കോപ്പറേറ്റീവ് ലോയുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണിത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി കോപ്പറേറ്റീവ് ലോ നോക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം കോപ്പറേറ്റീവ് ലോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാം. നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വരുന്നതിന് മുമ്പും കേരളത്തിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിൽ 3 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്: ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് മലബാർ. 1949 ട്രാവൻകൂറും കൊച്ചിനും കൂടെ മെർജ് ചെയ്ത് ഒരു സിംഗിൾ സ്റ്റേറ്റ് ഫോം ചെയ്തു. അതാണ് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് ഫോം ആയത് 1956 മെർജ് ചെയ്തിട്ട് ഈ 3 യൂണിറ്റും കൂടെ മെർജ് ചെയ്തിട്ടാണ് കേരള സ്റ്റേറ്റ് ഉണ്ടായത്. ട്രാവൻകൂറും കൊച്ചിനും മലബാറും കൂടെ മെർജ് ചെയ്തിട്ടാണ് കേരള സ്റ്റേറ്റ് ഉണ്ടായത്. ഈ 3 ഏരിയയിലേക്കും പ്രത്യേകമായിട്ട് ഓരോ ആക്ട് ഉണ്ടായിരുന്നു. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ് കൊച്ചിൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ട്, ആ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷനിൽ വേണ്ടിയിട്ട് കൊച്ചിൻ പ്രൊവിൻസിൽ ലിമിറ്റ് ചെയ്ത ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള ആക്ട് എന്ന് പറയുന്നത്. പാസ്സാക്കിയത് 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. അടുത്തതാണ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. ഇത് പാസ്സാക്കിയതാണ് 1914. ഈ ആക്ട് പ്രകാരം സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയിലായിരിക്കും. സൊസൈറ്റീസ് വെയർ രജിസ്റ്റേർഡ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്തത് മദ്രാസ് പ്രൊവിൻസിലേതാണ്. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത് 1932. മറ്റൊരു പേരാണ് ആക്ട് 6 ഓഫ് 1932. ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് മലബാർ ഡിസ്ട്രിക്റ്റും കാസർഗോഡ് താലൂക്കും ഈ ഒരു സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഗവേൺ ചെയ്തിരിക്കുന്നത്. മലബാർ ഡിസ്ട്രിക്റ്റ് ആൻഡ് കാസർഗോഡ് താലൂക്ക് വാസ് ഗവേൺഡ് ബൈ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതിനുശേഷം ട്രാവൻകൂറും കൊച്ചിനും മെർജ് ചെയ്ത് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ആയി കഴിഞ്ഞിട്ട് നിലവിൽ വന്ന ആക്റ്റാണ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951. ഈ ആക്റ്റാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നിലവിൽ വരുന്നത് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അടുത്തത് നോക്കാൻ പോകുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അറ്റ് എ ഗ്ലാൻസ്. മൊത്തത്തിൽ ഈ ഒരു ആക്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓരോന്നും എഴുതിയോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കുക. ഒന്നാമത്തേത് പ്രസൻറ്റിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. മറ്റൊരു പേരാണ് ആക്ട് 21 ഓഫ് 1969. KCS ആക്ട് ഈസ് ആക്ട് 21 ഓഫ് 1969. KCS ആക്ട് came in force on 15/5/1969. നിലവിൽ വന്ന ഡേറ്റ് ആണ് 15/5/1969. അടുത്തത് റൂള് വന്ന ഡേറ്റ് ആണ് 14/7/1969. അപ്പോൾ ആക്ട് വന്ന ഡേറ്റ് ആണ് 15/5/1969. റൂള് നിലവിൽ വന്ന ഡേറ്റ് ആണ് 14/7/1969. അത് കഴിഞ്ഞിട്ട് റൂൾ ഫോർ സെക്ഷൻ 80 ഓഫ് KCS ആക്ട് കെയിം ഇൻ ഫോഴ്സ് ഓൺ 1/1/1974. സെക്ഷൻ 80 പ്രകാരമുള്ള റൂള് നിലവിൽ വന്നത്, ചാപ്റ്റർ 14 പറയുന്ന റൂള് നിലവിൽ വന്നത് 1/1/1974. അപ്പോൾ ഈ 3 ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ടോട്ടൽ സെക്ഷൻസ് എന്ന് പറയുന്നത് 110, റൂൾസ് 201. ഇനി ഈ ലോയിൽ ആക്റ്റിൽ ഉള്ളത് 16 ചാപ്റ്റേഴ്സാണ്. ആക്ട് 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. റൂൾസ് വരുന്നത് 15 ചാപ്റ്റേഴ്സായിട്ടാണ്. ആക്ട് 16 ചാപ്റ്റേഴ്സും റൂള് 15 ചാപ്റ്റേഴ്സുമാണ്. ദ ആക്ട് ഈസ് ടു ബി ഇനാക്റ്റഡ് ബൈ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറാണ് ഇനാക്ട് ചെയ്യുന്നത്. റൂൾസ് ആർ ടു ബി ഫ്രെയിംഡ് ബൈ ഗവൺമെൻറ്. റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഈ ആക്ടിന് സപ്പോർട്ടായിട്ടാണ് റൂള് ഫ്രെയിം ചെയ്യുന്നത്. ഗവൺമെൻറ് ഹാവ് ദ പവർ ടു ഫ്രെയിം ദ റൂൾ ആസ് പെർ സെക്ഷൻ 109 ഓഫ് KCS ആക്ട്. സെക്ഷൻ 109 പ്രകാരമാണ് ഗവൺമെൻറ്റിന് റൂൾ മേക്കിങ്ങിനുള്ള പവർ ഉള്ളത്. അടുത്തതാണ് ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു KCS ആക്ട് ഈസ് 3. 3 ഷെഡ്യൂൾസാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഷെഡ്യൂൾ 1-ൽ
പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു കാര്യമാണ്. സെക്ഷൻ 83A പറയുന്ന ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ടു വിച്ച് അപ്പോയിൻമെൻറ്റ് ആർ ഡൺ ബൈ പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന അപ്പോയിൻമെൻറ്റ് നടത്താവുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസിൻ്റെ ലിസ്റ്റ് പറയുന്നത് സെക്ഷൻ 83A ഷെഡ്യൂൾ 1 പറയുന്നത്. അടുത്തത് ഷെഡ്യൂൾ 2 പറയുന്നത് സെക്ഷൻ 2ECC 3C ഉണ്ട്. ECCC കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് ഷെഡ്യൂൾ 2 സെക്ഷൻ 2ECCC. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി നമ്മുടെ ആക്റ്റിൽ പറയുന്നത് ഷെഡ്യൂൾ 2 പറയുന്നത്. ഷെഡ്യൂൾ 3 പറയുന്നത് സെക്ഷൻ 69 പ്രകാരമുള്ള ടൈം ലിമിറ്റ്, മോണിറ്ററി ഡിസ്പ്യൂട്ടിന് ഉള്ള ടൈം ലിമിറ്റിനെ പറ്റി പറയുന്നത് ഷെഡ്യൂൾ 3 പറയുന്നത്. അടുത്തത് there are 3 appendix attached to കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969. കേരള കോപ്പറേറ്റീവ് റൂൾസിൽ 3 അപ്പൻഡിക്സ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പൻഡിക്സ് 1 രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പൻഡിക്സ് 2 ഫോംസ്. അപ്പൻഡിക്സ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. പിന്നെ സ്റ്റാഫ് പാറ്റേൺസ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 83AA. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൻഡിക്സ് 1 രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പൻഡിക്സ് 2 ഫോംസ്. അപ്പൻഡിക്സ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് സ്റ്റാഫ് പാറ്റേൺ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് പെർ സെക്ഷൻ 83AA. അടുത്തത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും. പിന്നെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് 2 വിങ് ആണുള്ളത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് അല്ലെങ്കിൽ ജനറൽ വിങ്ങും, രണ്ടാമത്തേത് ഓഡിറ്റ് വിങ്ങും. 2 വിങ് ഉള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് അല്ലെങ്കിൽ ജനറൽ വിങ്, രണ്ടാമത്തേത് ഓഡിറ്റ് വിങ്. ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ് എന്ന് പറയുന്നത് DCA ആയിരിക്കും, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഈ DCA എന്ന് പറയുന്നത് DCA ഷാൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് RCS. DCA എന്ന് പറയുന്നത് RCSൻ്റെ കൺട്രോളിലുള്ളതായിരിക്കും ആസ് പെർ സെക്ഷൻ 63(7). ഇത്രയും പോയിന്റ് എന്തായാലും ഓർത്തിരിക്കണം, മറക്കാതെ തന്നെ ഓർത്ത് വെച്ചേക്കണം. ഇനി നമുക്ക് സെക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആമുഖം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി തുടങ്ങുമ്പോൾ പ്രിയാമ്പിൾ തൊട്ട് തന്നെ നോക്കി തുടങ്ങാം. ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. PSCയുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് വേറാസ് വിത്ത് എ വ്യൂ ടു പ്രൊവൈഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഏത് വേർഡിലാണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിയാമ്പിളിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ലാതില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. വേറാസ് വിത്ത് എ വ്യൂ ടു പ്രൊവൈഡ് ഫോർ ദ ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സെക്ടർ ഇൻ ദ സ്റ്റേറ്റ്, it is essential to organize the cooperative societies in accordance with the cooperative principles as self-governing democratic institution to achieve the object of equity, social justice and economic development as envisaged in the directive principles of state policy of the Constitution of India and to promote scientific and technology. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്നത് പ്രകാരം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ആവശ്യകതയെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസോ ഫണ്ടമെൻ്റൽ റൈറ്റ്സോ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയോ ഏത് ഭാഗമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ പ്രിയാമ്പിളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സെക്ഷൻ 1 നമുക്ക് നോക്കാം. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. സെക്ഷൻ 1 പറയുന്നതാണ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. സെക്ഷൻ 1 സബ്സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ. ഇതിൻ്റെ ടൈറ്റിൽ പറയുന്നത്
ദിസ് ആക്ട് മേ ബി കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. പറയുന്നത് സെക്ഷൻ 1 സബ്സെക്ഷൻ 1. ഇനി സെക്ഷൻ 1 സബ്സെക്ഷൻ 2 പറയുന്നത് എക്സ്റ്റെൻഡ് ആണ്. ഏത് വരെയാണ് ഇതിൻ്റെ ഒരു ഏരിയ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. പറഞ്ഞേക്കുന്നത് സെക്ഷൻ 1 സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ 3 പറഞ്ഞേക്കുന്നതാണ് ഇറ്റ് ഷാൽ കം ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് ഡേറ്റ് ആസ് ദ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ്. ഏത് ഡേറ്റിലാണ് ഈ ആക്ട് നിലവിൽ വന്നിരിക്കുന്നതെന്നാണ് സെക്ഷൻ 1 സബ്സെക്ഷൻ 3 പറഞ്ഞേക്കുന്നത്. അതേപോലെ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു ഡേറ്റാണ്, നിലവിൽ വന്ന ഡേറ്റ് 15 മെയ് 1969 ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്പർ ചോദിച്ചാൽ 24314/C3/69, ഡേറ്റ് ആണ് 12/5/1969. ഈ നോട്ടിഫിക്കേഷൻ നമ്പർ പ്രകാരമാണ് ഈ ആക്ട് മെയ് 15, 1969 നിലവിൽ വന്നിരിക്കുന്നത്. സെക്ഷൻ 2 പറയുന്നത് ഡെഫിനിഷൻസ് ആണ് സെക്ഷൻ 2. അപ്പോൾ ഈ ഡെഫിനിഷൻസ് എല്ലാം കൂടെ വേറൊരു ക്ലാസ്സിലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പെക്സ് സൊസൈറ്റി, അസിസ്റ്റഡ് സൊസൈറ്റി, ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ്, ബൈ ലോ, ഡിസ്പ്യൂട്ട്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഇതൊക്കെ എന്താണെന്ന് ഡെഫിനിഷൻസ് പറയുന്നതെല്ലാം ഈ സെക്ഷൻ 2 അപ്പോൾ സെക്ഷൻ 1 റൂൾ എന്ന് പറയുന്നത് റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന റൂളും റൂൾ 1 ആണ്. സെക്ഷൻ 2 ഡെഫിനിഷൻസ് പറയുന്നതുകൊണ്ട് റൂൾ 2 ഡെഫിനിഷൻസ് തന്നെയാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ അപ്ലോഡിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സെക്ഷൻ 3 മുതൽ അടുത്ത ക്ലാസ്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ വരെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് അതുവരെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കി തന്നെ പോകാം. പോസിബിലിറ്റീസ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്നും കൂടെ നോക്കാം. താങ്ക്